ഹലോ ഗൈസ്, കാട്ടുപെറോൺ ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റുമായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. മൈൻക്രാഫ്റ്റ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചത് കേവിലൊക്കെ ഇറങ്ങിയിട്ടുള്ളൊരു സെറ്റപ്പിലായിരുന്നു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കളിച്ചത്. ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് 2 ഐറ്റംസ് മൈൻ ചെയ്യുന്നതാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മളിന്ന് മൈൻ ചെയ്യാൻ പോകുന്നത് ഗ്ലാസ് ബ്ലോക്കും പിന്നെ നമ്മുടെ ബെഡുമാണ് മൈൻ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് രണ്ടും ഇത് സിമ്പിളാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. അത് ഞാൻ വെറുതെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് സാൻഡാണ്. അത് നമുക്ക് മറ്റേ വെള്ളത്തിൻ്റെ സൈഡിലുള്ള മണ്ണൊക്കെ അതാണ് ഈ സാൻഡ് എന്ന് പറയുന്നത്. ഒരു സ്കിൻ കളറായിരിക്കും ഈ സാധനത്തിന്. അപ്പോൾ ഇത് ആ കാണുന്ന ആ ഒരു സാൻഡിനാണ് ഈ പറയുന്നത്. ഞാനിപ്പോൾ ഗ്ലാസ് ബ്ലോക്ക് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഗ്ലാസ് ബ്ലോക്ക് ഇങ്ങനെ 2-3 പൊളിച്ചെടുക്കാം. സർവൈവലിൽ നമുക്കിതിങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ അതെടുത്ത് നമ്മുടെ ഇങ്ങനെ ഇതായിട്ട് വരുള്ളൂ, കയ്യിലേക്ക് വരുള്ളൂ. ക്രിയേറ്റീവിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ പൊളിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇൻവെൻറ്ററി പോയിട്ട് തന്നെ അത് ഫ്രീ ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഞാൻ സർവൈവൽ കളിക്കണമെന്നുകൊണ്ടാണ് നമ്മളിതിപ്പോൾ ഇങ്ങനെ എടുക്കണേ. ഇതിപ്പോൾ സർവൈവൽ ഐസ്ലൻഡിൻ്റെ ടെംപ്ലേറ്റ് ആണ് കേട്ടോ, ടെംപ്ലേറ്റ്. അപ്പോൾ നമ്മൾ കൃത്യം 15 സാൻഡ് ബ്ലോക്ക് അതിന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതും കൂടെ ഡയറക്റ്റ് വീട്ടിലോട്ട് പോവാം. സ്കെൽറ്റിനൊക്കെ സൈഡിൽ തുറച്ച് നോക്കി നിൽക്കുന്നുണ്ട്. ഞാനിത് എങ്ങാനും എൻ്റെ സൈഡിൽ കൂടി എങ്ങാനും അവന്മാരെന്നെ ശ്രദ്ധിച്ചാൽ അപ്പം എൻ്റെ പുറകെ വെടിവെക്കാൻ തുടങ്ങും. നമുക്ക് പെട്ടെന്ന് ഓടി വീട്ടിൽ കയറാം. ഒരു സമയം വീട്ടിലേക്ക് ഓടി കയറിയിട്ടുണ്ട്. വീട്ടിൽ കയറിയിട്ട് നമുക്ക് ബെഡിൽ പോയി ഒന്ന് കിടന്നുറങ്ങാം. അപ്പോൾ നമ്മൾ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സാൻഡ് ബ്ലോക്ക് പോയി മൈൻ ചെയ്തെടുക്കാം. അപ്പോൾ സാൻഡ് ബ്ലോക്ക് മൈൻ ചെയ്യാനായിട്ട് നമുക്ക് ഫർണേസ് വെച്ചാൽ മാത്രം മതി. ഫർണേസ് വെച്ചിട്ട് അത് ഫ്യൂവലിട്ട് മെൽറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഗ്ലാസ് ബ്ലോക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫർണേസിൽ നമ്മുടെ നേരത്തെ കേവിൽ പോയപ്പോൾ എടുത്ത അയണൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഫ്യൂവലായിട്ട് നമുക്ക് കോളുണ്ട്. പക്ഷേ കോള് ഭയങ്കര അമൂല്യമാണ്. നമുക്കിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഉപയോഗിച്ച് തീർക്കാൻ പാടില്ല. അത്ര കിട്ടില്ല. പക്ഷേ വുഡെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു മരം ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ നിന്ന് 2 സീഡ് എടുക്കാൻ പറ്റും. 2 സീഡിൽ നിന്ന് 2 മരം, അങ്ങനെ 4 സീഡ്, അങ്ങനെ കുറേ മരങ്ങളും വുഡും നമുക്ക് അതിൻ്റെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഫ്യൂവലായിട്ട് നമ്മൾ വുഡ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു മരം തപ്പിപ്പോവാണ്. ഇത് സർവൈവൽ ഐസ്ലൻഡിൻ്റെ ടെംപ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ മരമൊക്കെ വളരെയധികം കുറവാണെന്ന് തന്നെ പറയണം. അപ്പോൾ നമ്മൾ എന്തായാലും തപ്പിപ്പോവുക. എവിടെയെങ്കിലും വെച്ചൊക്കെ ഒരു മരമെങ്കിലും കാണും. നമുക്ക് കഷ്ടിച്ചൊരു എത്ര ബ്ലോക്കാണുള്ളൂ അതിൻ്റെ ഒരു പകുതിയെങ്കിലും മതി. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു മരം ഉണ്ടാകും. മരമുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ 2 മരമുണ്ട്. ഒരെണ്ണത്തിനടിയിൽ വുഡൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു മരം കണ്ട് നമ്മൾ അതാണ് എടുക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മരം വെട്ടേണ്ടത് ആക്സ് കൊണ്ടാണ്. പക്ഷേ ഇനിയിപ്പോൾ വെറുതെ ആക്സിൻ്റെ ഒരു ഇത് വേസ്റ്റ് ചെയ്യണ്ടില്ല എന്ന് വിചാരിച്ച് ഞാൻ കൈ കൊണ്ട് തന്നെ എടുക്കാം. കൈ കൊണ്ട് എടുത്താലും മതിയല്ലോ ഗൈസ്. കൈ കൊണ്ട് എടുത്താലും അത്യാവശ്യം സ്പീഡിൽ തന്നെ വന്നോളും. പക്ഷേ ആക്സ് കൊണ്ട് എടുക്കണമായിരിക്കും നല്ലത്. പെട്ടെന്ന് പക്ഷേ കയ്യിലോട്ട് വരും. അതിങ്ങനെ നെക്കി പിടിക്കേണ്ട താമസം ഉണ്ടാവുള്ളൂ. അപ്പോൾ തന്നെ നമുക്കത് കിട്ടിക്കോളും. അപ്പോൾ നമ്മളങ്ങനെ കൃത്യം 6 വുഡ് ഇത് കിട്ടിയിട്ടുണ്ട്. ഓക്ക് പ്ലാന്റ്, അങ്ങനെ ഓക്ക് വുഡ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഓക്ക് വുഡ് കൊണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ റൂണ്ട് ബോട്ടിൽ എന്ന് പറയുന്നത്. അവിടെ ചെസ്റ്റൊക്കെ ഇരിക്കുന്നുണ്ട്. ചെസ്റ്റിൻ്റെ അകത്ത് എന്താ ഗോൾഡൊക്കെ ഉണ്ടാവും. ഗോൾഡ്, പിന്നെ സൈഡിലൊരു ഗോൾഡ് ബ്ലോക്ക് നിങ്ങൾ നേരത്തെ കണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് പയ്യെ പൊളിച്ചെടുക്കാം. അത് പൊളിച്ചെടുക്കണമെങ്കിൽ നമുക്ക് ഇത് മതി, അയണിൻ്റെ അയണിൻ്റെ പിക്കാക്സ് വേണം. സ്റ്റോണിൻ്റെ പിക്കാക്സ് കൊണ്ടൊന്നും നടക്കില്ല. അയണിൻ്റെ പിക്കാക്സ് തന്നെ വേണം. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഫർണേസിൻ്റെ അടുത്തേക്ക് പോവാം. ഫർണേസ് എടുത്തിട്ട് നമ്മുടെ ഈ വുഡല്ല കേട്ടോ, ഈ വുഡാണ് എടുക്കേണ്ട. ഓക്ക് ലോക്ക് അങ്ങനെ സാധനം വെച്ചിട്ട് ഇനി അത് അവിടെ ഇതാക്കട്ടെ. നമുക്ക് അടുത്ത പണിയിലേക്ക് പോവാം. ഇനി നമ്മൾ അടുത്ത മൈൻ ചെയ്യാൻ പോകുന്നത് ബെഡാണ്. ബെഡ് മൈൻ ചെയ്യാനായിട്ട് നമ്മുടെ ഷീപ്പിൻ്റെ 3 വൂളാണ് വൂളിൻ്റെ ബ്ലോക്കാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അത് 3 ബ്ലോക്കും പിന്നെ നമ്മുടെ ഓക്ക് പ്ലാന്റ്സ് അതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വേണ്ടത്. അപ്പോൾ നമുക്ക് എൻ്റെ ചെസ്റ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 3 വൂളുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെ നമുക്ക് പുറത്ത് പോയി തപ്പിയെടുക്കാം നമ്മുടെ ആടിനെ ഇതിനെയൊക്കെ. അപ്പോൾ നമ്മുടെ ആടിനെ തപ്പി നമ്മൾ പോവാണ്. ഇവിടെ ഒന്നുമില്ല.
അതേ കഴിച്ച ഒരാട്. അതിൻ്റെ പുറകെ പോവാം. പെട്ടെന്ന് വൈക്കൊന്ന് അങ്ങനെ ഒരു 3 ആടിനെ നമുക്ക് എടുക്കണം. ഒരാടിൽ നിന്ന് ഒരു പൂളയെ കിട്ടുള്ളേ. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന ഒരു വൈറ്റ് ആടാണെങ്കിൽ വൈറ്റ് ആടിനെ കൊല്ലുക. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിങ്ങൾ തപ്പി വരുമ്പോൾ ബ്ലാക്കാണ് കിട്ടണമെങ്കിൽ ബ്ലാക്കിനെ കൊന്നിട്ട് കാര്യമില്ല. ഏതെങ്കിലും ഒരു കളർ 3 എണ്ണം വേണം. അങ്ങനെ ഇട്ടാലേ നമുക്ക് ഏതെങ്കിലും ഒരു കളറിലെ ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം 3 വേറെ വേറെ കളറാണെങ്കിൽ നടക്കില്ല. അപ്പോൾ നമ്മൾ 2 എണ്ണം ഇപ്പോൾ നമ്മൾ അതിനെ കൊന്നെടുത്തിട്ടുണ്ട്. ഇനി ഒരെണ്ണത്തിനെയും കൂടിയാണ് ആവശ്യമുള്ളത്. ഒരെണ്ണത്തിനെ തപ്പി കുറച്ച് പോകേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ടൊക്കെ വന്നതേ കഴിച്ച അയങ്കോലം. നമുക്ക് അയങ്കോലത്തിനും തട്ടിയാലോ? വേണ്ട, നമ്മളെ കൊല്ലാൻ വരും. നമ്മൾ ഒന്ന് സാധാരണ നടക്കണ പോലെ ആയിരിക്കില്ല നമ്മൾ അതിനൊന്ന് അടിച്ചാലുള്ള സംഭവം. വെറുതെ ഓടിച്ചിട്ട് പിടിച്ച് കളയും. നമുക്കാണ് അതിനുള്ള സ്പീഡ്, എന്നാലും അത് നമ്മുടെ മാക്സിമം സ്പീഡ് എടുക്കും. അതുമാത്രമല്ല, നമുക്ക് പിന്നെ വീടിൻ്റെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. പുറത്തോട്ട് ഇറങ്ങി അപ്പം തട്ടി കളയും. 2 തട്ട് വേണ്ടില്ല അയങ്കോലത്തിന് നമ്മൾ ചാവാൻ. സ്കോളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് കോള്. നമുക്ക് അയങ്കോലത്തിനെ കൊല്ലാനൊക്കെ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ആക്സ് അങ്ങനെ എന്തെങ്കിലും കയ്യിലെടുത്ത് പിടിച്ചിട്ട് സ്റ്റോണിൻ്റെ ആയാലും മതി. എന്നിട്ട് കുറച്ച് ഡേർട്ട് ബ്ലോക്ക്, അതായത് ആവശ്യമില്ലാത്ത വേസ്റ്റ് ബ്ലോക്ക് 2-3 എണ്ണം കയ്യിലെടുത്ത് പിടിക്കുക. എന്നിട്ട് അയങ്കോലത്തിനെ പോയി ഒരു അടി കൊടുത്തിട്ട് കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് ഇതിൻ്റെ നമുക്ക് അടിയിലോട്ട് ചാടി ഇങ്ങനെ പൊക്കത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ട് അതിന് മുകളിൽ നിന്ന് നമുക്ക് ഇതിനെ അടിച്ച് കൊല്ലാവുന്നതാണ്. അപ്പം അതിൻ്റെ അകത്ത് നമ്മുടെ അയങ്കോലത്തിൽ നിന്ന് നമുക്ക് അതിനെ കിട്ടും. ഇനി നമുക്ക് നമ്മുടെ 3 വൂളും നമുക്കിവിടെ സ്വന്തമാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഓക്ക് വുഡ് നമ്മുടെ കയ്യിലുണ്ടായി, ഓക്ക് പ്ലാന്റ്സ് അത് നമ്മുടെ കയ്യിലുണ്ടായിരുന്നു നേരത്തെ. അത് നമ്മൾ നേരത്തെ വുഡിൽ നിന്ന് എടുത്തൊക്കെ ആയിരുന്നു. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ച് ആ അടിയിലൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. അതിൻ്റെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കണ്ടില്ലെങ്കിൽ മോൾ ഭാഗത്ത് ആ ബെഡിൻ്റെ സെക്ഷനിൽ അവിടെ ബെഡ് ഉണ്ടാവും. ബെഡ് കണ്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും. 3 വൂളും പിന്നെ 3 ഓക്ക് പ്ലാന്റ്സുമാണ് വേണ്ട. 3 ബെഡും 3 ഓക്ക് പ്ലാന്റ്സും അത് വേണ്ടത് ഇതിനകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 എണ്ണം കറക്റ്റായിട്ട് ഇങ്ങനെ പ്ലേസ് ആയിക്കോളും. നമ്മൾ ബെഡിൻ്റെ ഓപ്ഷനിൽ പിടിച്ച് നോക്കിയാൽ അവിടെ നമുക്ക് ഇതായിട്ട് കിട്ടിക്കോളും. നമുക്ക് ബെഡിലെടുത്ത് ഇങ്ങനെ പ്ലേസ് ചെയ്യാം. ഇതിലൊന്ന് ഉറങ്ങാം. റീസ്പോൺ പോയിൻറ്റ് സെറ്റായി. ഇനി നമുക്ക് ഈ ഗ്ലാസ് ബ്ലോക്ക് റെഡിയായി നോക്കാം. നമ്മുടെ ഗ്ലാസ് ബ്ലോക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് വെച്ച് കാണിച്ചു തരാം ഞാൻ. ഈ ഗ്ലാസ് ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗ്ലാസ് ബ്ലോക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏതൊരു ബ്ലോക്ക് പോലെ തിരിച്ച് കയ്യിലേക്ക് എടുക്കാൻ പറ്റില്ല. ഇത് അങ്ങനെ തന്നെ പൊട്ടിപ്പോവും. ഇത് നമുക്ക് തിരിച്ചിങ്ങനെ എന്ത് സാധനം വെച്ച് പൊട്ടിച്ചാലും അത് നമുക്ക് അതിൻ്റെ ഒരു ഇതായിട്ട് തിരിച്ച് കിട്ടില്ല. ഗ്ലാസിൻ്റെ പ്രത്യേകത അതാണ് ഗ്ലാസ് ബ്ലോക്ക്. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ഏതാണ്ട് നമ്മുടെ എല്ലാം ഓൾമോസ്റ്റ് വർക്കൊക്കെ തീർന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റിൽ അതിൻ്റെ ഇപ്പോൾ സമയമായി. നമുക്കൊന്ന് കുറച്ചും കൂടി ലോങ് ആക്കാനായിട്ട് നമുക്കൊന്ന് കേവ് വരെ പോയിട്ട് വന്നാലോ? ഒന്നും എടുക്കാനോ അങ്ങനെയൊന്നും അല്ല, വെറുതെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നതിന് നമുക്ക് ചാവാണ്ടിരിക്കാനായിട്ട് ഒരു പിക്കാക്സ് എടുത്ത് കയ്യിൽ പിടിക്കാം. പിന്നെ അവിടെ എങ്ങാനും തങ്ങണ്ടി വന്നാൽ തിന്നേണ്ട ഫുഡും കയ്യിലുണ്ട്. നമുക്ക് ഈ സൈഡിൽ കൂടി തന്നെ ഇറങ്ങാം. ഗൈസ്, നമുക്കിതേ 5 ഫുഡ് ലൈഫും പോയിരിക്കുകയാണ്. അപ്പോൾ ഈ നമ്മൾ എടുത്തുകൊണ്ട് പോയ ഫുഡ് നമുക്ക് ഇപ്പം തന്നെ ഇരുന്ന് തിന്നേണ്ടി വരും. നമ്മളിപ്പോൾ ഈ സാധനം റോ മട്ടൺ നമ്മളിപ്പോൾ കുക്ക്ഡ് ആയിരുന്നെങ്കിൽ വല്ല 1-2 പോലും തിന്നേണ്ടി വരില്ലായിരുന്നു. ഇതിപ്പോൾ റോ ആയതുകൊണ്ട് നമുക്കിത് 5 എണ്ണം തിന്നാലേ നമ്മുടെ വിശപ്പടക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്തോരം ഈ ഫുഡിൻ്റെ ഇത് തിന്നാൻ താമസിപ്പിക്കുന്ന അത്രയും നമ്മൾ സ്ലോ ആവും. നമ്മുടെ പ്ലേ ഒക്കെ സ്ലോ ആവും. ഒരു ഹാർട്ട് കുറവുള്ളൂ. നമുക്ക് ഈ വെള്ളത്തിൻ്റെ മുകളിൽ നിന്ന് കൊമള പൊട്ടി ചാവണ്ട. എനിക്ക് ഇനി ഇവിടം വരെ വന്ന് നമ്മുടെ എക്യുപ്മെൻറ്റ്സൊക്കെ എടുത്തുകൊണ്ട് പോയി. പക്ഷേ കുറച്ച് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ സാധനം നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഇവിടെ കേയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഒന്ന് വെച്ച് പോയ ടോർച്ചുകൾ. കോള് നമുക്കിനി വെള്ളത്തിൻ്റെ അടിയിലോട്ടൊക്കെ ഒന്ന് പോയി തിരിച്ചു വരാം. അയ്യോ, നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ കര വരെ ഒന്ന് നീന്തി പോവാം. കോളല്ലേ കണ്ടത്? 2 കോള്.
ഇത് മുകളിലും കണ്ടിട്ടുണ്ട് 2 ഗോള്. നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് എടുക്കാനായിട്ട് കുഴപ്പമില്ല. ഇതേപോലെ ഡോട്ട് ബ്ലോക്ക് ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ഇങ്ങനെ എടുത്ത് വെക്കുക കയ്യിൽ. എന്നിട്ട് പിന്നെ നമുക്കിങ്ങനെ താഴ്ന്ന് വെച്ച് കയറിപ്പോകേണ്ടേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ ഈ വെള്ളത്തിനടിയിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് റോ ഗോൾഡും കാര്യങ്ങളൊക്കെ കിട്ടിയത്. നമുക്ക് ഇനി എന്താണ് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് കോളും ചില സ്ഥലത്ത് കണ്ട്. അയൺ ഞാൻ കണ്ടില്ല കേട്ടോ ഗൈസ്, അയൺ കണ്ടില്ല. ഗോൾഡ് ഇവിടുത്തെ ഉള്ളത് തീർന്നെന്നാണ് തോന്നണേ. ഗോൾഡ് ഇവിടുത്തെ എല്ലാം തീർന്നു. എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല ഗൈസ്. ഇവിടെ ഡയമണ്ട് എമറാൾഡ് ഉള്ളത് ഗൈസ്. അയൺ ഇപ്പോൾ അയൺ എടുത്തിട്ട് വലിയ പ്രയോജനമില്ല. നമുക്ക് അയൺ ആവശ്യമുള്ള സമയത്താണ് നമുക്ക് അയൺ വേണ്ടത്. അപ്പോൾ നമുക്ക് അയണിൻ്റെ വലിയ അത്യാവശ്യമില്ല. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു കുഴിയുടെ ഉള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഭയങ്കര ഇരുട്ടാണ് ഗൈസ് സത്യം പറഞ്ഞാൽ. പിന്നെ മുകളിലോട്ടൊന്ന് കയറി പോകാനായിട്ട് ഒരു സ്റ്റെപ്പ് പോലെ ഒന്ന് പൊളിച്ച് കൊടുക്കാം. അതിൻ്റെ പൊക്കത്തേക്ക് ചാടി കയറി പോവാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ കയറി പോവാം. ഇതിങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കയറും. ഗൈസ് നമ്മൾ കോബിൾ സ്റ്റോൺ എടുത്തിട്ടുണ്ടായെന്ന് തോന്നുന്നു. അതെ, കോബിൾ സ്റ്റോൺ. ഇത് വേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്ലോക്ക് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഈ ബ്ലോക്ക് വെച്ച് ഇങ്ങനെ കയറി പോവാം. ഇതിങ്ങനെയാണ് ഞാൻ അയങ്കോളത്തിനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ താഴ്ത്തി വെച്ച് ചാടിപ്പോവാന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മുടെ മുകളിൽ സാഹസ്യമായിട്ട് സോംബി എന്തോ ഗോൾഡിൻ്റെ ഇതെല്ലാം ഇട്ടിട്ടുള്ളൊരു സോംബിൻ്റെ മോനെ. ഇതിനെ കൊന്നാൽ നമുക്ക് ഗോൾഡ് കിട്ടുമായിരിക്കും. അപ്പോൾ നമുക്ക് ഗോൾഡിൻ്റെ അത്യാവശ്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ മുകളിലേക്ക് കയറുന്നു. ഏതാ സമയം രാത്രി ആകാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് ഉള്ളിൽ കയറാം, അല്ലെങ്കിൽ സ്കെൽറ്റനെല്ലാം കൂടി നമ്മളെ അറ്റാക്ക് ചെയ്യുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ ഞാൻ സ്കെൽറ്റനെ അറ്റ് നൈറ്റ് ഇറങ്ങി പറ്റുന്നതാണെങ്കിൽ കുറച്ച് ഐറ്റംസൊക്കെ എടുത്ത് ഒരു ഫൈറ്റിന് ഇറങ്ങും ഞാൻ എന്തായാലും പറ്റുമെങ്കിലൊന്ന് വീഡിയോ ആക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ കേവിലൊക്കെ ഇറങ്ങി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വീണ്ടും എക്സ്പ്ലോർ ചെയ്ത് നമ്മൾ തിരിച്ച് സന്ധ്യയ്ക്ക് മുമ്പ് വീട്ടിൽ കയറിയിട്ടുണ്ട്. നമുക്കിനി കോണിപ്പടി കയറി മുകളിൽ പോവാം. നമുക്ക് ചെസ്റ്റിലിങ്ങനെ എന്തൊക്കെ ഇല്ലെങ്കിലും ഈ ചെസ്റ്റിലിങ്ങനെ വെറുതെ ഇങ്ങനെ തുറന്നു നോക്കാനൊരു സുഖം. നമ്മളതെ ചെസ്റ്റൊക്കെ തുറന്ന് നോക്കി ഇതിൻ്റെ അകത്ത് നമ്മുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ച് നമ്മുടെ ഇത് പൂട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഗൈസ് ഇതൊന്ന് സബ്സ്ക്രൈബും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് അടിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇതേപോലെയുള്ള വീഡിയോസുമായി ഇനിയും വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.